ലോകത്തിലെ വിവിധ വൻകരകളിൽ നിന്നുമുള്ള രാജ്യങ്ങളിലെ കലയും ജീവിതവും സംസ്കാരവും അടുത്തറിയാൻ സാധിക്കുന്ന ഇടമാണ് അന്താരാഷ്ട്ര നാടകോത്സവം. കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇൻഫോക്കിന്റെ 16ാം പതിപ്പിനാണ് തൃശൂരിൽ തുടക്കമായത്. ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള വിനിമയം സാധ്യമാക്കുന്നതിനും കൂടുതൽ ദൃഢകരമായ സൗഹൃദം രൂപപ്പെടുത്തുന്നതിനുമുള്ള ഒരു രാജ്യാന്തര സൗഹൃദ വേദി കൂടിയായി ഇറ്റ്ഫോക്ക് മാറിയതായി ഉദ്ഘാടന പ്രസംഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്നത് ഇറ്റ്ഫോക്കിന്റെ കേവലം ഒരു തലവാചകം മാത്രമായി അവസാനിപ്പിക്കാനാകില്ലെന്നും നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദങ്ങൾ നവീനമായ ആഖ്യാനവും വ്യാഖ്യാനവും കലയിലൂടെയാണ് സംഭവിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ ആനന്ദ് പട്വർധൻ മുഖ്യാതിഥിയായി. ഗുജറാത്തിൽ നിന്നെത്തിയ നാടക ചലച്ചിത്ര പ്രതിഭ ദക്ഷിൺ ഛായയായിരുന്നു വിശിഷ്ടാതിഥി. ഫെബ്രുവരി 1 വരെ 7 വേദികളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ ദേശീയവും അന്തർദേശീയവുമായി 23 നാടകങ്ങളാണ് എത്തുന്നത്. 49 ദേശീയരടക്കം 246 നാടക കലാകാരന്മാരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സീ മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.